എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത വിഷയം എങ്ങനെ ന്യൂസ് സ്റ്റോറി തയ്യാറാക്കുന്ന രീതികൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലീഡ് എന്താണ്, അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നതിന് എന്തിനാണ് ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് വിളിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നമ്മുടെ വിഷയം ഗൈഡ് ലൈൻ ഫോർ റൈറ്റിംഗ് ഇഫക്റ്റീവ് ലീഡ്. നല്ലൊരു ലീഡ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഫോളോയിങ് ആർ സം ഓഫ് ദി ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇഫക്റ്റീവ് ലീഡ് ഫോർ എ ന്യൂസ് സ്റ്റോറി. ഫസ്റ്റ് വൺ, ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അത് ലീഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ എന്തെഴുതാണെങ്കിലും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വാക്കുകളുടെ കൺസ്ട്രക്ഷൻ, ആ വാക്കുകളും വാചകങ്ങളാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യാകരണത്തിലെ മിസ്റ്റേക്കുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എ എവിടെ വെക്കണം, ആൻ എവിടെ വെക്കണം, ഐ എങ്ങനെ വെക്കണം, ഐ ഹാവ്, ഐ വാസ്, ഈസ്, വോർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മോസ്റ്റ് ലീഡ്സ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൻറ്റൻസ് ആൻഡ് ദാറ്റ് സെൻറ്റൻസ് മസ്റ്റ് ഫോളോ all the normal rules of punctuation, grammar, word usage and verb tense. If an event occurred in the past, the lead must be used the past tense, not the present. അത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ നടന്നൊരു സംഭവമാണെങ്കിൽ നമ്മളത് പാസ്റ്റ് ടെൻസിൽ തന്നെ പറയണം. കാരണം അത് കഴിഞ്ഞു, ഓൾറെഡി നടന്നു കഴിഞ്ഞു. പിന്നെ ആ കഴിഞ്ഞ കാര്യത്തെ നമ്മളെങ്ങനെയാണ് പ്രസൻ്റാക്കി മാറ്റുക? നമുക്കതിനുള്ള ഇതില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറുമില്ല. എങ്കിലും ഇവിടെ അതൊരു പോയിൻ്റാക്കി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ലീഡ്സ് മസ്റ്റ് ബി കംപ്ലീറ്റ് സെൻറ്റൻസ് ആൻഡ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദി നെസസറി ആർട്ടിക്കിൾസ്, ദ വേർഡ്സ് എ, ആൻ, ആൻഡ്, ദി. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഹെഡ്ലൈൻ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ലീഡിൽ അതൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഉപയോഗം കൃത്യമായിട്ടായിരിക്കണം ചെയ്തിരിക്കുന്നത്. ഏത് സ്ഥാനത്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് തീരും. ബി കൺസൈസ്. ന്യൂസ് പേപ്പേഴ്സ് കൺസൈസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദ പബ്ലിക് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലീഡ്സ്, but more difficult for reporters to write them. Readers want a quick hit on most of the news stories, says Jack Hart, a writing coach. കൺസൈസ് ചെയ്യുക, മാക്സിമം ചുരുക്കി കൃത്യമായിട്ടുള്ള വാചകത്തിൻ്റെ പ്രയോഗത്തിലൂടെ ആശയത്തെ മുന്നിലേക്ക് വയ്ക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമാക്കുകയാണ്. അയാൾക്ക് മുഴുവൻ വായിക്കാതെ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് ആ വാചകം അയാളെ കൊണ്ടുപോവാണ്. പക്ഷെ അങ്ങനെ അയാളെ കൊണ്ടുപോകണമെങ്കിൽ ആ വാചകം അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള വാചകമായിരിക്കണം. അങ്ങനെ ഒരു വാചകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം വലിയൊരു കാര്യത്തെ, ഒരു മെസ്സേജിനെ ഒരു വാചകത്തിലേക്കോ 2-3 വാചകങ്ങളിലേക്ക് ചുരുക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എസൻസ് നഷ്ടപ്പെടാൻ പാടില്ല. എന്താശയമാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആ ആശയം അതിൽ നിന്ന് മിസ്സായി പോകാൻ പാടില്ലല്ലോ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. ബി സ്പെസിഫിക്. Good leads contain interesting details and are so specific that readers can visualize the events they describe. As you read the following lead, you should be able to imagine the dramatic scene it describes. At 59, Radha had never touched a gun until someone held one to her head. അപ്പോൾ ഇത് ഒരു ലീഡിൻ്റെ തുടക്കമാണ്. അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ഇതിൽ നിന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ടു ദ പോയിന്റിലേക്കാണ് കാര്യം വരേണ്ടത്. സ്പെസിഫിക് ആയിരിക്കണം. നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമില്ല. ലീഡിലല്ല അത് നീട്ടിപ്പരത്തേണ്ടത്. നമ്മൾ ലീഡിൽ മാക്സിമം കാര്യങ്ങളെ റീഡർക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിലേക്ക്, അയാൾക്കതിൻ്റെ ഒരു കംപ്ലീറ്റ് വിഷ്വൽ കിട്ടാവുന്ന രീതിയിലേക്കായിരിക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല നിങ്ങളതിനെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാമെന്ന്. പക്ഷേ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ പറഞ്ഞാൽ റീഡർക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടും എന്നുള്ളത് തിരിച്ചറിഞ്ഞു വേണം അയാളുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ. ദെൻ യൂസ് സ്ട്രോങ് ആക്റ്റീവ് വെർബ്സ്. എ സിംഗിൾ വേർഡ്, എ ഡിസ്ക്രിപ്റ്റീവ് വെർബ് can transform a routine lead into a dramatic one. Avoid weaker non-descriptive verbs, especially form of the verb to be, such as is, are, was, and were, used in passive construction. Strong active verbs are more colorful, interesting, and dramatic. The avalanche was caused by an explosion. An explosion triggered the avalanche. അതായത് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു. ആ സംഭവത്തെ നിങ്ങൾ എഴുതുമ്പോൾ ആ അപകടം സംഭവിച്ചതിന് ശേഷമുള്ള കാര്യം ആദ്യം എഴുതുക. അതായത് ഇപ്പോൾ 24 പേരുടെ മരണം, ഡൽഹിയിൽ തീപിടുത്തം. ഈ തീപിടുത്തമാണ് 24 പേരുടെ മരണത്തിന് കാരണമാക്കിയത്. പക്ഷെ അതൊന്ന് മുൻപിലേക്ക് ഇട്ടപ്പോൾ 24 മരണം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. ആ ഹൈലൈറ്റിങ്ങിലാണ് ലീഡ് വായിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് വായിക്കാനായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ആക്റ്റീവ് വെർബും സ്ട്രോങ് ആയിട്ടുള്ള വെർബിൻ്റെയൊക്കെ യൂസേജ് കൊണ്ടുവരാനായിട്ട് മാക്സിമം പറയുന്നു. അത് ആ വാചകത്തിലൂടെ നമുക്ക് തോന്നണം വായിക്കേണ്ട വാർത്തയാണ് എന്നുള്ളത് വായനക്കാരന് തോന്നിക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇഫ് യു റൈറ്റ് എ പാസീവ് ലീഡ് യു ക്യാൻ ഈസിലി കൺവേർട്ട് ഇറ്റ് ടു ദി ആക്റ്റീവ് വോയിസ്. സിംപ്ലി റീഅറേഞ്ച് ദ വേർഡ്സ്. So begin by reporting who did what to whom instead of reporting rocks and bottles were thrown at firefighters. Report writers through rock and bottles at firefighters. ഇത് രണ്ട് രീതിയിൽ ഒരു കാര്യത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തേത് പാസീവ് വോയിസിൽ എഴുതിയിരിക്കുന്നു, മറ്റേത് അത് ആക്റ്റീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നു. കല്ലും കുപ്പികളൊക്കെ എടുത്തിട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അത് തന്നെ രണ്ട് രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് റിപ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവാക്കി മാറ്റിയാലുള്ള ഉപയോഗമാണ് പറയുന്നത്. റീഡറെ സംബന്ധിച്ചിടത്തോളം വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് സഹായകമാവും. ഫോർത്ത് വൺ, എംഫസൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റോറി. എന്താണ് സ്റ്റോറിയുടെ ഒരു ആത്മാവ്, തീം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. സിമ്പതി തോന്നേണ്ട കാര്യമാണെങ്കിൽ ആ സിമ്പതി കൊണ്ടുവരാനായിട്ട് പറ്റണം. ദേഷ്യം തോന്നേണ്ട കാര്യമാണെങ്കിൽ ആ ആംഗ്രി ഫീല് വരുത്തണം. നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകൻ എന്താണ് തോന്നേണ്ടതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അത് തന്നെയായിരിക്കണം തോന്നണത്. അങ്ങനെ തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിപ്പോർട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ളൂ എന്നാണ് അതിന് അർത്ഥം. ഇഫ് എ സ്റ്റോറി ഈസ് ഇമ്പോർട്ടൻറ്റ്, റിപ്പോർട്ടേഴ്സ് എംഫസൈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇൻ ദി ലീഡ്, ഓഫൺ ബൈ റിവീലിംഗ് ദ നമ്പർ, എമൗണ്ട്, ബിൽഡിങ്സ് ഓർ അതർ ഒബ്ജക്റ്റ് ഇറ്റ് ഇൻവോൾവ്സ്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അപകടം സംഭവിച്ചു, ഒരു മരണം സംഭവിച്ചാൽ ആ നമ്പറിനെ ആദ്യം പറയാം. കാരണം അത്രയും ഭീകരമായിട്ടുള്ളൊരു അപകടമാണ് നടന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ ആദ്യം റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു എമൗണ്ട് കാണിക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാക്കുക. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടല്ല, പക്ഷേ
നിങ്ങളുടെ സ്റ്റോറി ആളുകൾ വായിക്കണമെങ്കിൽ ലീഡിൽ തന്നെ ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. When describing a major fire, they may emphasize the amount of damage, the number of people left homeless, or the number of injuries. Good leads emphasizes the impact of news story on people. നിങ്ങൾ എഴുതിയിരിക്കുന്നത് നല്ലൊരു ലീഡാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ നടന്ന സംഭവത്തിൻ്റെ തീവ്രത മൊത്തമായിട്ട് അതിലേക്ക് കൊണ്ടുവരിക. ഇത്ര പേര് മരിച്ചു, ഇത്ര പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു, 3 പേര് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, 10ഓളം ബിൽഡിങ്ങുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു, ഇത്ര കോടി രൂപയുടെ നഷ്ടം ഇപ്പോൾ കണക്കാക്കപ്പെടുന്നു, പ്രാഥമിക വിലയിരുത്തലിൽ ബാക്കി കണക്കുകൾ പിന്നാലെ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അപകടത്തിൻ്റെ തീവ്രത, ആ ഒരു മാഗ്നിറ്റ്യൂഡ് മീൻസ് അതിൻ്റെ ഇന്നർ സെൻസിലുള്ള അർത്ഥം എന്താണെന്ന് പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതിനാണ് ഇത്തരം വാക്കുകൾ. അതിൽ കൃത്യത വേണം, എന്നാലും അതിനെ ആദ്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ തീവ്രത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലീഡ് നല്ലൊരു ലീഡായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. When describing fire, they may emphasize the amount of damage, the number of people left homeless, or the number of injuries. Good leads emphasizes the impact of the news story on people. ജനങ്ങളിൽ ഇതെന്ത് പ്രശ്നമാണ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഈ ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങളാണിത് വായിക്കുന്നത്, അവരാണിത് അറിയേണ്ടത്. അപ്പോൾ അവർക്കുണ്ടാകാവുന്ന കോൺസിക്വൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ബി ഒബ്ജക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് ഒപ്പീനിയൻ, രണ്ടും നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത്. കാരണം നമ്മുടെ പത്രം വായിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ലീഡ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച് മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത വാർത്തകൾ കൊടുക്കുന്നത് എത്തിക്കലി റോങ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് പോട്ടെ, എത്തിക്സ് എത്ര പേര് നോക്കുന്നില്ല എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം നമ്മളോട് തോന്നേണ്ട ഒരു പുച്ഛമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വേദന നിറഞ്ഞൊരു അവസ്ഥയുണ്ടായിരിക്കും. കാരണം ഞാൻ ഒരാൾ കൂടുതലായിട്ട് മരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത, അതൊരു ജേർണലിസ്റ്റിന് ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൃത്യമായ സത്യസന്ധമായിട്ടുള്ള വിശദീകരണമായിരിക്കണം കൊടുക്കുന്നത്. ദെൻ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച് ആ പത്രത്തിൻ്റേതായിട്ടോ അല്ലെങ്കിൽ ആ ജേർണലിസ്റ്റിൻ്റേതായിട്ടോ ഉള്ളൊരു ഒപ്പീനിയൻ കൂടി പറയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മളൊരു മികച്ച റൈറ്റർ ആവുന്നത്, നല്ലൊരു ലീഡ് സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദ ലീഡ്സ് ഓഫ് എ ന്യൂസ് സ്റ്റോറി, ലൈക്ക് ദെയർ ബോഡീസ്, മസ്റ്റ് ബി ഒബ്ജക്റ്റീവ്. Reporters are expected to gather and convey fact to their readers, not to comment, interpret or advocate. നിങ്ങളതിനെ കമൻ്റ് ചെയ്യുകയല്ല വേണ്ടത്, അതിനെ വിശകലനം ചെയ്യുക. ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഇനി അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. ടു അവോയ്ഡ് ഇൻഫ്യൂരിയേറ്റിംഗ് ഓർ ഒഫൻഡിങ് റീഡേഴ്സ്, നെവർ എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഇൻ സ്റ്റോറീസ്. ഒരു കാരണവശാലും റീഡേഴ്സിനെ മോശവൽക്കരിക്കാനോ അവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീഡറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കമ്മ്യൂണലായിട്ടുള്ള, അയാളുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ അയാൾക്ക് റൈറ്റ് ഉണ്ട്, അത് അയാൾ ചെയ്യുമായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി അത് നിങ്ങളുടെ പത്രത്തിൻ്റെ തന്നെ റെപ്യൂട്ടേഷനെ ബാധിക്കും. നിങ്ങളൊരാൾ ചെയ്ത കാര്യം കൊണ്ട് എൻ്റയർ പേപ്പറാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരിക. ബ്രൂസ് ഡി ഇറ്റ്യൂൾ, ഡഗ്ലസ് എ ആൻഡേഴ്സൺ, in their work News Writing and Reporting for Media, categorize leads into the following type. ഇനി ലീഡുകളെ പലതരത്തിൽ നമുക്ക് തിരിക്കാം. പലതരം ലീഡുകളെ നമ്മളിവിടെ പരിചയപ്പെടാൻ പോവുകയാണ്.
പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള 3 മാർക്കിൻ്റെ ചോദ്യമാണ് ടൈപ്സ് ഓഫ് ലീഡ്. ഫസ്റ്റ് വൺ, സമ്മറി ലീഡ്. എ സമ്മറി ലീഡ് ജനറലി ഇൻ no more than 35 words tells an audience the most important of 6 primary elements of an event, the 5 W's and 1 H. Reporters look for these 6 elements whenever they cover a news event. The most important of the 6 elements go into a summary lead. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സമ്മറി ലീഡാണ്. സമ്മറൈസ് ചെയ്യാണ്. നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ചുരുക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സമ്മറി എന്ന് പറയും. വലിയ പാസേജുകളൊക്കെ സമ്മറൈസ് ചെയ്ത് ചെറിയ പാസേജ് ആക്കി കൊടുത്താൽ ആ മറ്റേ വായനക്കാരൻ്റെ പണി പകുതി കഴിഞ്ഞ് കിട്ടും. കാരണം അയാൾക്ക് ആ സമ്മറി വായിച്ചു നോക്കുമ്പോൾ തന്നെ എലമെൻ്റ് എന്താണെന്ന് കിട്ടും. പിന്നെ എന്തിനാണ് അയാൾ വലിയ ആർട്ടിക്കിളുകൾ വായിക്കാനായിട്ട് നിൽക്കേണ്ട കാര്യം? അപ്പോൾ ചില സമയങ്ങളിൽ ലീഡ് എഴുതുമ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും 5 W's 1 H'ും ഒരുമിച്ച് വരാവുന്ന രീതിയിൽ ലീഡ് എഴുതും. അങ്ങനെ എഴുതിയാലുള്ള ബെനിഫിറ്റാണ് പറയുന്നത്. ആൾക്ക് ഈ ലീഡ് മാത്രം വായിച്ചാൽ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ മെസ്സേജും അദ്ദേഹത്തിന് കിട്ടും. മാത്രമല്ല, ഇങ്ങനെയുള്ള ലീഡുകളെ വിളിക്കുന്ന പേരാണ് സമ്മറി ലീഡ്. അവർ ആ വലിയ വിഷയത്തെ ചുരുങ്ങിയ വാക്കുകളിലേക്ക് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സമ്മറി ലീഡെന്ന് വിളിക്കുന്നത്. നറേറ്റീവ് ലീഡ് രണ്ടാമത്തെ കാറ്റഗറി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്പം ഒന്ന് നറേറ്റീവായിട്ട് എഴുതുന്ന രീതിയാണ് നറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. എ നറേറ്റീവ് ലീഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡ്, ഓഡ് features and non-breaking news stories. It draws people into a story by putting them suddenly in the middle of the action. It should entice a person to continue reading. നറേറ്റീവ് ലീഡിലെ ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് മോസ്റ്റ് പോപ്പുലർ ലീഡ് ഓൺ ഫീച്ചേഴ്സ് ആൻഡ് നോൺ ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റോറീസ്. ഇത്തരം ലീഡുകൾ സാധാരണ എഴുതാറുള്ളത് അത്ര വലിയ ബ്രേക്കിംഗ് ന്യൂസ് അല്ലാത്ത, അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചില ഫീച്ചറുകൾക്കാണ് നറേറ്റീവായിട്ടുള്ള ലീഡ് കൊടുക്കുക. എന്തുകൊണ്ടത്? ഓൾറെഡി സമയമുള്ളവർ മാത്രമേ ഇത് വായിക്കുള്ളൂ. അപ്പോൾ എല്ലാം തിരക്കിട്ട് 5 W's 1 H'ും ആദ്യത്തെ ലീഡിൽ തന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഏതെങ്കിലും 1-2 പോയിൻ്റ് പറഞ്ഞിട്ട് ആളുകളെ പിടിച്ചു നിർത്തി വലിച്ചു താഴോട്ട് കൊണ്ടുവരാം. അതുകൊണ്ടാണ് നോൺ ബ്രേക്കിങ്ങിലും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകളിലും മാത്രം ഇത്തരം നറേറ്റീവ് ലീഡുകൾ ഉപയോഗിക്കുന്നു. തേർഡ് വൺ, കോൺട്രാസ്റ്റ് ലീഡ്. എ കോൺട്രാസ്റ്റ് ലീഡ് കമ്പയേഴ്സ് ഓർ കോൺട്രാസ്റ്റ് വൺ പേഴ്സൺ ഓർ തിങ് വിത്ത് അനദർ ഓർ സെവറൽ പീപ്പിൾ ഓർ തിങ്സ് വിത്ത് വൺ അനദർ. കോൺട്രാസ്റ്റ് ചെയ്യുക, താരതമ്യ പഠനം. അങ്ങനെ ലീഡ് എഴുതുക. അങ്ങനെയും ചില സമയത്ത് ലീഡ് കൊണ്ടുവരാറുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ഓസ്ട്രേലിയൻ ടീമിനെയും താരതമ്യം ചെയ്യുന്നു. ഒരു സീരീസ് തുടങ്ങാൻ പോകുന്നതിന് മുൻപ് 2 ടീമിൻ്റെയും ദൗർബല്യം, ശക്തി എന്തൊക്കെയാണെന്നുള്ളത് പരസ്പരം വിലയിരുത്തുന്ന രീതിയിൽ പത്രത്തിൽ എഴുതി കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇതിനെയാണ് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുക. അതിലവർ തുടക്കത്തിലേ തന്നെ പറയും ബാറ്റിങ്ങിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ് ക്രിക്കറ്റിൽ ഇന്ത്യ. എന്നാൽ അതിനോടൊപ്പം കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെ ശക്തമായ ബാറ്റിംഗ് നിരയുമായിട്ടാണ് ഓസ്ട്രേലിയ ഇത്തവണ ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇന്ത്യൻ തന്ത്രങ്ങളിൽ ബൗളേഴ്സിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ദീപക് ചഹാറിലോ അല്ലെങ്കിൽ കുൽദീപ് യാദവിലോ ആണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ടീമുകളെ വിശദമായിട്ട് വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. അവരോടൊരു താരതമ്യ പഠനം നടത്തുകയാണ്. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. This old and new, short and tall, or yesterday and today leads tell an audience
the way something was and the present status. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ എന്താണ് മുമ്പുണ്ടായതെന്നും എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്നും വേർതിരിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകനത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. മുമ്പ് ഇങ്ങനെ ആയിരുന്നു അല്ലേ, ഇപ്പോഴാണിത് ഇങ്ങനെയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെച്ചം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നു എന്നുള്ളതാണ്, റീഡർക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. സ്റ്റക്കാറ്റോ ലീഡ്സ്. Staccato lead is made up of a short burst of phrases that carry an audience into a story by dangling some of its key elements in the front of them. It is meant to tease reader and to set the mood for the story, as in this example. Friday, the night the music stopped, the first day of his prison term, 3649 to go. അതായത് ഒരാൾ ജയിലിലേക്ക് കയറുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്റ്റക്കാറ്റോ ലീഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ സ്റ്റോറിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുക. അതായത് എന്താണെന്ന് ഡയറക്റ്റായിട്ട് പറയാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ലീഡിൽ കൊടുക്കുക. എന്നിട്ട് ആ ലീഡ് വായിച്ച് കഴിയുമ്പോൾ ഇതെന്ത് സംഭവം, ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ അത് അതിനൊരു എന്താ പറയുക, സാഹിത്യാത്മകമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡയറക്റ്റായിട്ട് പോയിന്റിലേക്ക് വരാതെ ഒന്ന് വളഞ്ഞ് ആ പോയിന്റിലേക്കുള്ളൊരു ഡീവിയേഷൻ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഡീവിയേഷൻ എടുത്ത് റീഡർ വായിച്ച് ടു ദ പോയിന്റിലേക്ക് എത്തണം. ഇങ്ങനെ അല്പം ഒന്ന് വളഞ്ഞ് എഴുതുന്നതിന് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബേസ്റ്റ് ഓഫ് ഫ്രേസസ് ഉപയോഗിച്ച് ഓഡിയൻസിനെ ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് ഇതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ലീഡുകളെയാണ് സ്റ്റക്കാറ്റോ ലീഡ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ലീഡ് ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് പേരാണ്. ലീഡ്സ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലീഡിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യം നിങ്ങൾ പ്രേക്ഷകനോട് ചോദിക്കുന്നതാണ്, അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ ആ സ്റ്റോറി മുഴുവൻ വായിച്ചാലേ വായനക്കാരന് എന്താണ് ആ സ്റ്റോറിയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അത് ഫുള്ളായിട്ട് വായിച്ച് തീർക്കേണ്ടതായിട്ട് വരും. ദ കീ ടു റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ ലീഡ് ഈസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യനെ ആ പാസേജിലൂടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനെയാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. സ്വീറ്റിംഗ്. ദ മെർക്കുറി ഈസ് ടു ഗോ അപ്പ് ഷാർപ്പ്ലി ഇൻ ദി ഡേ ടു കം. അതായത് ഇവിടെ സ്വീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചിഹ്നം ഇട്ടിരിക്കുകയാണ്. ഈ ചോദ്യചിഹ്നം കാണിക്കുന്നത് എന്താണ് പിന്നീട് അതിൽ പറയാൻ വരുന്നതെന്നുള്ള അതിൻ്റെ ഉത്തരമായിരിക്കും അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നു. 6th one, direct address lead. In a direct address lead, the news or feature writer communicate directly with the audience by using the word you in the lead. നിങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് 2 പാരഗ്രാഫ്സിനകത്ത് തന്നെ യു എന്ന വാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും ഇത് സംഭവിക്കും, നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ സ്റ്റോറി എഴുതുകയാണെങ്കിൽ, ഫീച്ചർ എഴുതുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത്. ദീസ് ലീഡ്സ് ഗീവ് റൈറ്റേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ഔട്ട് ടു ദെയർ ഓഡിയൻസ് ടു ഇൻക്ലൂഡ് ദം ആസ് ഇൻഡിവിജ്വൽസ് ഇൻ എ സ്റ്റോറി. ഇവിടെ റൈറ്റർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് പ്രേക്ഷകനോടാണെന്ന് മനസ്സിലാക്കി ആ ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരവസരമാണ്. കാരണം അവരെ കൂടി ഇത് ഈ ന്യൂസിൻ്റെ ഭാഗമാക്കിയിട്ടാണ് റൈറ്റർ ഇത് എഴുതുന്നത്. അതുകൊണ്ടാണ് യു എന്നുള്ള വാക്ക് അയാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അവർ ഈ ന്യൂസ് സ്റ്റോറിയുടെ ഭാഗമല്ലെങ്കിൽ യു എന്ന് പറയാനായിട്ട് പറ്റില്ല, ദേ അവർ എന്ന് പറയാനേ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യം കൂടുതലായിട്ട് നമ്മളുടെ റൈറ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അവർക്കതൊരു ഇത്തിരി കൂടി എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ബിവെയർ, if you are above 40, 1 out 5 Indians suffer from serious respiratory ailments, revealed a study conducted by. പേടിപ്പിക്കുക നമ്മളെ. നിങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ആളാണോ എങ്കിൽ എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ശ്രദ്ധിക്കും. ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സ്. നിങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ആളാണോ എങ്കിൽ നിങ്ങൾക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന സ്റ്റഡിയുടെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ആരായാലും അത് വായിക്കും. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവൻ വായിക്കും. ഇനി 30-35 നിൽക്കണവനും വായിക്കും. എന്താ കാരണം എന്നറിയോ? അവനറിയാം 4 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ കാറ്റഗറിയിലേക്ക് എത്തി. അപ്പോൾ എന്ത് ചെയ്യണം, അന്ന് എനിക്ക് എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് കണ്ടിട്ട് അയാളും അത് വായിച്ചു നോക്കും. അപ്പോൾ പ്രേക്ഷകൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പല വാർത്തകളുടെയും ഹെഡ്ലൈൻ ഇങ്ങനെ തന്നെയാണ് വരിക. നിങ്ങൾ ദിവസത്തിൽ 6 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ശ്രദ്ധിക്കുക. വേഗം നമ്മൾ ഞെക്കി കഴിയുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ പ്രകാശം മറ്റ് പ്രകാശത്തേക്കാൾ അപകടകരമാണ്. ഇത് കണ്ണുകൾക്ക് ദോഷം ചെയ്തേക്കാം. അതിനാൽ മൊബൈൽ ഫോൺ 3 മീറ്റർ അകലത്തിൽ പിടിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിൽ ഇരുണ്ട വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നടത്താതിരിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ തെളിഞ്ഞ വെളിച്ചത്തിൽ ലൈറ്റുകൾ ഇട്ടതിനു ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൊബൈൽ കൊണ്ടുള്ള ഒരുവിധം ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് അവർ പറഞ്ഞു തന്നിട്ട് വേണമല്ലോ നമ്മൾ അറിയാനായിട്ട്. ശരിയല്ലേ? ഇത് അവർ പറഞ്ഞു തന്നിട്ട് വേണമല്ലോ നമ്മൾ അറിയാനായിട്ട്. നമുക്കറിയാത്ത കാര്യമല്ലേ, നമ്മൾ കൊച്ചുകുട്ടികളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ പെട്ടു. അങ്ങനെ നിങ്ങളെ ഇതിലേക്ക് വലിച്ചടുപ്പിച്ച് ഈ ന്യൂസിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് തന്ന് അല്ലെങ്കിൽ ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത് നിങ്ങളെ ഇത് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത്. ദെൻ 7th one, കോട്ട് ലീഡ്. കോട്ട് ഒരാൾ പറഞ്ഞ കാര്യത്തിനെയാണ് സാധാരണഗതിയിൽ കോട്ടെന്ന് പറയാം. ആ കോട്ട് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആർട്ടിക്കിളിൽ ലീഡിൽ കൊണ്ടുവന്നാൽ അതിനെയാണ് കോട്ട് ലീഡ് എന്ന് പറയുന്നത്. എ കോട്ട് ലീഡ് അലൗസ് എ സെൻട്രൽ ക്യാരക്ടർ ടു ബിഗിൻ എ ന്യൂ സ്റ്റോറി ഓർ ഫീച്ചർ സ്റ്റോറി by taking directly to the audience. The quotation may be the most powerful one in the story, or it may set the tone for what is to follow. I will not resign, declared the CM. ഞാൻ റിസൈൻ ചെയ്യില്ല, ഞാൻ രാജിവെക്കില്ല, CM പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് CM അങ്ങനെ പറഞ്ഞു? ആ പറയാനുണ്ടായ സാഹചര്യം എന്ത്? അതിനെങ്ങനെ മറികടക്കാനാണ് CM ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ തുടങ്ങിയ 100 കണക്കിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ടായിരിക്കണം. തിരുവനന്തപുരം രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമകൃഷ്ണനും ഉന്നയിച്ച പ്രശ്നങ്ങളെ താൻ ഭയപ്പെടുന്നില്ലെന്നും ലാവ്ലിൻ അഴിമതി കേസ് ആരോപിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ആളുകൾ കേസ് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ നാണം കെട്ടുപോയ സംഭവം കേരള ജനത നോക്കിക്കണ്ടതാണ്. ഈ വിഷയത്തിലും അത്ര തന്നെ സംഭവിക്കുകയുള്ളൂ. എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് ഉറപ്പുള്ളിടത്തോളം കാലഘട്ടം രാജിവെച്ച് പുറത്തു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഭരണം സുഗമമായി നടത്തുമെന്നും ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ഇങ്ങനെയൊക്കെ CM പറഞ്ഞു എന്ന് ഈ ഹെഡ്ലൈൻ്റെ താഴെ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു ലീഡ് പാരഗ്രാഫിൻ്റെ താഴെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെ എഴുതേണ്ടി വരണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതണമെങ്കിൽ ഡയറക്റ്റായിട്ട് CM പറഞ്ഞൊരു വാചകത്തെ മുകളിൽ കൊണ്ടുവന്ന് അതിനെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ വാർത്ത മുന്നോട്ട് പോവേണ്ടി വരുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂസ് റൈറ്റിംഗ്. ന്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഫ്രെഡ് ഫെഡ്ലർ ആൻഡ് അതേഴ്സ് ഇൻ ദെയർ ബുക്ക് റിപ്പോർട്ടിംഗ് ഫോർ ദ മീഡിയ ലിസ്റ്റ് ദി ഫോളോയിങ് ഗൈഡ് ലൈൻസ് ഫോർ ന്യൂസ് റൈറ്റിംഗ്.
ഒരു ന്യൂസ് റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങളാണ്. ഐഡൻറ്റിഫൈ ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് ദി സ്റ്റോറി. നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ എഴുതാൻ പോണത് അതിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട തീം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. കാരണം റൈറ്ററാണത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. റൈറ്റർ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അയാൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് അതിനെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ ആ കാര്യത്തിൽ ഒരഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. കാരണം റിപ്പോർട്ടറുടെ ഒപ്പീനിയൻ കൂടി വരുമ്പോഴാണ് ഒരു ന്യൂസ് സ്റ്റോറി പൂർണ്ണമാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ എഴുതണമെങ്കിൽ എന്താണ് സംഭവമെന്ന് റിപ്പോർട്ടർ ആദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. പ്രിപ്പയർ എ ബ്രീഫ് ഔട്ട്ലൈൻ ഓഫ് ദി 3 or 4 മേജർ പാർട്ട് ഓഫ് ദി സ്റ്റോറി. നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റോറീനെ ഒരു 3-4 ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഘട്ടങ്ങളായിട്ട് തിരിക്കുക. അത് വേണമെങ്കിൽ ഓരോ ഡബ്ല്യൂസിനെയും ഓരോ ഘട്ടമായിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്താണ് ആ ഒരു പോയിന്റിൽ എഴുതാൻ പോകുന്നതെന്ന്, ആ ഹൂ എന്ന പോയിന്റിൽ നമ്മൾ ആരെ എഴുതാൻ പോകുന്നു, ആ എഴുതുന്ന ആളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, അതെങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വയ്ക്കുക. കാരണം അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിലേക്ക് വേണ്ട വാചകങ്ങൾ നമുക്ക് തികയാതെ വരും. അങ്ങനെ തികയാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ന്യൂസ് സ്റ്റോറിയുടെ ഭംഗി നഷ്ടപ്പെടാനായിട്ട് അത് കാരണമാകും. കാരണം നമ്മൾ ഓരോന്നും കണക്കൂട്ടിയിട്ടായിരിക്കും അതിനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ആ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് കയറിയിട്ട് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് എത്രത്തോളം സക്സസ്ഫുള്ളാക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് തോന്നും. കാരണം നമുക്ക് അനുവദിച്ചിട്ടുള്ളൊരു ടൈമുണ്ട്, നമുക്ക് അനുവദിച്ചിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും മറികടക്കാതെ ഒരേ സ്ഥലത്ത് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. യൂസ് ഷോർട്ട് ആൻഡ് ഫെമിലിയർ വേർഡ്സ്. ചെറിയ വാക്കുകൾ ഉപയോഗിക്കുക. വലിയ വാക്കുകളും വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരിക്കുക. പിന്നെ ഒരുവിധം സാധാരണക്കാരനാണ് പത്രം വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ കഴിവിനും അവന് കൂടി ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വാചകങ്ങളുടെയും വാക്കുകളുടെയും ഉപയോഗമായിരിക്കണം നമ്മൾ നടത്തുന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നന്ദി അറിയിച്ചു, കൃതജ്ഞത രേഖപ്പെടുത്തി. എന്തിനാണ് കൃതജ്ഞത? നന്ദി എന്ന വാക്ക് വളരെ കോമൺ ആയിട്ടുള്ള കൊളോക്കിയലായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് സിംപ്ലിസിറ്റിയാണ്. അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള വാക്കുകളും അവർക്ക് കേട്ടുപരിചയമുള്ള വാക്കുകളും കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അവർക്കത് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടാനും അതിനോടൊരു താല്പര്യം ജനിക്കാനൊക്കെ അത് കാരണമായി തീരും. യൂസ് ഷോർട്ട് സെൻറ്റൻസസ് ആൻഡ് ഷോർട്ട് പാരഗ്രാഫ്സ്. ഈ ഷോർട്ട് സെൻറ്റൻസും ഷോർട്ട് പാരഗ്രാഫും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ പാരഗ്രാഫുകൾ എഴുതിയെന്ന് വിചാരിക്കും. കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മേ ഇത് മുഴുവൻ ഒന്ന് വായിച്ച് തീർക്കാനൊന്നും പറ്റില്ലേ, എന്തിനിപ്പോൾ ഇത് വായിക്കണം, അത് വിട്ടുകളഞ്ഞ പ്രശ്നം തീർന്നില്ലേ. പക്ഷെ ചെറിയ ടോപ്പിക്കുകളാവുമ്പോൾ, ഓരോ ചെറിയ ഷോർട്ട് പാരഗ്രാഫുകളാവുമ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ച് കഴിയുമ്പോൾ അടുത്തത് വായിച്ചാലേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അടുത്തതും കൂടി വായിക്കും. ചെറുതല്ല, അത് കുഴപ്പമില്ല, അത് ഫില്ലാക്കാം. ആ ഫുള്ളാക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു തീരുമാനം മതി. ആ തീരുമാനത്തിലേക്ക് പ്രേക്ഷകനെ എത്തിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ റൈറ്ററെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടി വരും. എലിമിനേറ്റ് അൺനെസസറി വേർഡ്സ്. അനാവശ്യമായിട്ട് വാക്കുകൾ കുറേ കുത്തിക്കയറ്റാതിരിക്കുക. ചില ആൾക്കാർക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ്, പ്രത്യേകിച്ച് റൈറ്റേഴ്സിനൊന്നല്ല, സ്റ്റോറി റൈറ്റേഴ്സിനോ അല്ലെങ്കിൽ നോവൽ എഴുതുന്നവർക്കോ ഉള്ള ഒരു രീതിയാണ്. അവർ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കുറേ വാക്കുകൾ കുത്തിക്കയറ്റി അതിൻ്റെ ലെങ്ത് ഒന്ന് വലുതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ ന്യൂസ് സ്റ്റോറിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അപ് ടു ദ പോയിൻ്റ് മാത്രം പോയിട്ട് ടച്ച് ചെയ്ത് പോയാലും മതി. കാര്യം എന്താണെന്ന് പ്രേക്ഷകന് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് വേണ്ട വാക്കുകൾ മാത്രം ഉപയോഗിച്ച് കൂടുതലായിട്ട് വരുന്ന വാക്കുകളെ കളഞ്ഞ് അതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവോയ്ഡ് ഓവർലോഡിങ് സെൻറ്റൻസ് വിത്ത് അൺറിലേറ്റഡ് ഐഡിയാസ്. നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി. അതിനുമായിട്ട് ബന്ധപ്പെടുത്താൻ അത്ര ഇങ്ങോട്ട് ബന്ധമില്ലാത്ത വലിയ വൈഡായിട്ടുള്ള ഏരിയയിലുള്ള വിഷയങ്ങളൊന്നും ഇതിൻ്റെ ചർച്ചയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല.
കാരണം അതിനൊന്നും പ്രേക്ഷകന് താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രേക്ഷകൻ എന്താണ് ഈ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോഴായിരിക്കും അതുമായിട്ട് വിദൂര സാമ്യമുള്ള ഒരു വിഷയത്തെ നിങ്ങൾ എടുത്തിടുന്നതും പിന്നീട് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആ വിദൂര സാധ്യതയെക്കുറിച്ചിട്ടാണ്. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് പോയാലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കാരണമായിട്ട് തീരും. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് വായിക്കുക, ഈ ഒരു വാർത്തയുടെ ഈ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വായിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ താല്പര്യം എടുത്ത് പേപ്പർ നോക്കുന്നത്. ആ സമയത്താണ് അതിനെക്കുറിച്ചിട്ടല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വേറെ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ വായനക്കാരന് ക്രിയേറ്റ് ചെയ്യും. യൂസ് റിലേറ്റീവ്ലി സിമ്പിൾ സെൻറ്റൻസ് ദാറ്റ് ഫോളോ നോർമൽ വേർഡ് ഓർഡർ, സബ്ജക്റ്റ് വെർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇത് സാധാരണഗതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതി തന്നെ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സബ്ജക്റ്റ് എന്ന് പറയുക, അത് കഴിഞ്ഞ് വെർബ് പറയുക, ഏറ്റവും അവസാനമായിരിക്കണം ഒബ്ജക്റ്റ് പറയേണ്ടത്. ഈ രീതിയിൽ തന്നെയാണ് ന്യൂസ് സ്റ്റോറിയിലും വാക്കുകളും വാചകങ്ങളും കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അവോയ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ. നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഒപ്പീനിയൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാം, ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റരുത്. നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ചർച്ചയിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമായിട്ട് മാത്രമായിരിക്കണം അത് വരേണ്ടത്. അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് പീപ്പിൾ ബൈ റേസ്, ജെൻഡർ, ഏജ്, എത്നിക് ഗ്രൂപ്പ് ഓർ റിലീജിയൻ. സ്റ്റീരിയോ ടൈപ്പിംഗ്, ഒരു ഗ്രൂപ്പിനെ അവരിങ്ങനത്തെ ആൾക്കാരാണ്, അവരങ്ങനത്തെ ആൾക്കാരാണ് എന്നുള്ള ഒരു മുൻധാരണയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ ആദിവാസികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, ദേ ആർ അൺകൾച്ചേർഡ്, അല്ലെങ്കിൽ ലെസ് മാനേർഡ്, അവർക്ക് വലിയ മാനേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് ആയിക്കോട്ടെ, അവരങ്ങനെയാണെങ്കിൽ അത് അവരങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷെ നമ്മളായിട്ട് അതിനെ മാർജിനലൈസ് ചെയ്യാതെ അവരെ നീക്കി നിർത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ എല്ലാ ആസ്പെക്ട്സിനെയും കണക്കിലെടുത്തുകൊണ്ട് ഒരേ വെയിറ്റേജ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ മോശമായിട്ട് പറയും. മലയാള സിനിമയ്ക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു ദോഷമാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. നിങ്ങൾ ദി കിങ് എന്ന മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ മമ്മൂട്ടി കുറേ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ വാണി വിശ്വനാഥ് മമ്മൂട്ടിയുടെ മുഖത്തടിക്കാനായിട്ട് കൈ വീശുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കൈ പിടിച്ച് നിർത്തിയിട്ട് മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട്, മേലിൽ ഒരാണിൻ്റെ നേരെ പൊന്തില്ല നിൻ്റെ ഈ കൈ, അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ നീ ഒരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ്. എന്താ വെറും പെണ്ണ്? മമ്മൂട്ടി പിന്നെ വെറും ആണല്ലേ? അവിടെ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുകയാണ്. മലയാള സിനിമ തന്നെ സ്ത്രീകളെ മോശവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സ്ത്രീ എന്ന് വെച്ചാൽ അതൊരു സാധാരണ അല്ലെങ്കിൽ അതിലും താഴ്ത്ത ഒരു വിഭാഗമാണ്. പുരുഷ മേധാവിത്വമാണ് ഇവിടെയുള്ളത്. ഈ ഒരു മെയിൽ ഷോവനിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് വലിയൊരു പ്രശ്നം. അത് പത്രത്തിൽ വരുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെക്കുറിച്ച് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അത് വല്ലാത്ത പ്രശ്നമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എഴുതുമ്പോൾ അവർ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ റൈറ്റപ്പ് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ കാര്യം, എങ്ങനെ ഒരു ലീഡ് എഴുതണം എന്നുള്ളതിനുള്ള ഗൈഡ് ലൈൻസ് 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം അതിൽ തന്നെ നമുക്കറിയാം ബി കൺസൈസ്, ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ്, ബി സ്പെസിഫിക്, ദെൻ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് വെർബ്സ്, എംഫസൈസസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റോറി, ബി ഒബ്ജക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് ഒപ്പീനിയൻ. ഇതിൽ ശരിക്കും 6 എണ്ണം ഉണ്ട്. നിങ്ങളുടെ നമ്പർ ഇട്ടിരിക്കുന്നത് 5 എണ്ണമാണ്. അതിൻ്റെ കാരണം 2 എന്ന നമ്പർ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആ നമ്പർ കൃത്യമാക്കിയാൽ 6 പോയിൻ്റായിട്ട് നിങ്ങൾക്കത് പഠിക്കാം. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പലതരം ലീഡ്സിനെ കുറിച്ചിട്ടാണ്. ടൈപ്സ് ഓഫ് ലീഡ്സ് ആണ്. സമ്മറി ലീഡ്സ്, സമ്മറി മൊത്തത്തിൽ വരുന്ന ലീഡുകളെയാണ് സമ്മറി ലീഡ്സ്. നറേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്ട്സും തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യില്ല. ഒരു ആസ്പെക്റ്റ് എടുത്ത് ചർച്ച ചെയ്ത് അതിലൂടെ അടുത്തതിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം
സൃഷ്ടിക്കുന്ന തരത്തിലുള്ള റൈറ്റപ്പുകളെയാണ് നറേറ്റീവ് ലീഡ് എന്ന് പറയുക. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് താരതമ്യ ചർച്ചയാണ്. അതിലൂടെ പ്രേക്ഷകനെ വായനയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക. സ്റ്റെക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പ്രേക്ഷകനെ കൊണ്ടെത്തിക്കാവുന്ന തരത്തിൽ ഒരു ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്രേസിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വാർത്ത ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ ലീഡ്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ആൻസർ കിട്ടണമെങ്കിൽ ബാക്കി വായിക്കേണ്ട ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാക്കുക. ഡയറക്റ്റ് അഡ്രസ് ലീഡ്, യു എന്ന വാക്ക് ഉപയോഗിച്ച് നിങ്ങളെ കൂടി അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആക്കിയിട്ട് നിങ്ങളതിലൊരു ഭാഗഭാക്കാക്കിയതിന് ശേഷം എഴുതുന്ന രീതിയാണ് ഡയറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുക. കോട്ട് ലീഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ടൊരു ലീഡിൽ തന്നെ ആരുടെയെങ്കിലും ഒരു കോട്ട് വെച്ചിട്ട് ആ കോട്ടിൽ നിന്നുകൊണ്ട് അതിനെ കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്. ഒരു ന്യൂസ് റൈറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെ എന്നുള്ള ബേസിക് എലമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക, പഠനത്തിൽ പിന്നോട്ട് പോവാതിരിക്കുക, കൊറോണയ്ക്കെതിരെ ജാഗ്രതയോടു കൂടിയിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.